മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടായിട്ട് ഇന്ന് കാണിക്കുന്നത്. കഴിച്ചു തുടങ്ങിയാണ്ടല്ലോ പാത്രം കാലിയാകുന്ന വഴിയാണോ അല്ല, അത്രയ്ക്കും അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പുളിയൊന്നും ഇല്ലാത്ത നല്ല മാങ്ങ വേണം കേട്ടോ. ഇതുപോലെ 4 മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അത് നമുക്ക് ആദ്യം 2 എടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി 2 നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഇതന്നെ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയിൽ അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചൊവ്വരി വേവിച്ചതാട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം, ഒരു 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയൊന്നും ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 ഭാഗം മാറ്റി വെച്ചാൽ മതി. അതുകൂടെ ഇങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചൊവ്വരിയൊക്കെ മറക്കാതെ തന്നെ ചേർക്കണേ. അതും കൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കടിക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് നട്ട്സ്, പിസ്തയും ബദാമും കാഷ്യൂസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തത് അതും ഇതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമിയാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ്. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ സംഭവം കൂടെ ഇതിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അതിലേക്ക് 1 കപ്പ് കുനാഫ ഡോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക, കരിയാതെ ശ്രദ്ധിക്കണേ. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടെ, അത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പാൽപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആ നട്ട്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി. നട്ട്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മുകളിലേക്ക് വെക്കാനുള്ള സംഭവം റെഡിയായി. അപ്പോൾ മുകളിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അടിഭാഗത്താണെങ്കിൽ നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ പീസസ് ഉണ്ടാവില്ലേ, അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു കുനാഫ ഡോ വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതൊന്നാക്കി കൊടുക്കുക. ഇത് തണുത്തതിന് ശേഷം കേട്ടോ. കുനാഫ ഡോ ഒന്ന് ചൂടാറി വരണം. അതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഒരു മധുരത്തിൻ്റെ ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്ത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ഒന്നുകൂടെ മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ ആ ഒരു മാങ്ങ പൾപ്പുണ്ടല്ലോ, നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അടിച്ച് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. പാത്രം കാലിയായ വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്